Hi, welcome to Hotel Airline Castle. I am Executive Chef Anup David. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ചെമ്മീൻ്റെ ഐറ്റമാണ്. അതൊരു സ്പൈസി പ്രിപ്പറേഷനാണ്, നാടൻ സ്റ്റൈലുള്ള ഒരു പ്രിപ്പറേഷനാണ്. ചെമ്മീൻ മുളക് പറ്റിച്ചെന്ന് പറഞ്ഞ ഒരു ഡിഷാണ്. കൂടുതലും ചില്ലി സ്പൈസിയാണ്. നമ്മളിതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ചില്ലി പൗഡർ, ലൈം ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട് എല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതതിൻ്റെ ഒരു മസാലയാണ്. ഇത് നമ്മൾ ചില്ലി പൗഡർ, കാശ്മീർ ചില്ലി പൗഡറാണ്. ഇതിന് വിനാഗിരിയും അതുപോലെ തന്നെ കുടംപുളിയുടെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ജ്യൂസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി പേസ്റ്റ് വെച്ച് വെച്ചിരിക്കുന്ന ഒരു മിശ്രിതമാണ്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത്, നൈസായിട്ട് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ആദ്യമേ പാൻ ചൂടാക്കും, നമ്മളതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇഞ്ചി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നതിന് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനുണ്ട്, ഈ ഒനിയൻ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല, ചില്ലി പൗഡർ, ടർമറിക്, അതുപോലെ തന്നെ ലൈറ്റായിട്ട് പെപ്പർ അടയെല്ലാം കൂടി സോട്ട് ചെയ്യുന്നു. സോട്ട് ചെയ്തതിലേക്ക് ലൈറ്റായിട്ട് കുടംപുളി ജ്യൂസ് ഒഴിക്കുന്നു. മസാലാസ് എല്ലാം ഇടുന്നു, വഴറ്റി റെഡിയാക്കി ഈ പറയുന്ന പ്രോൺസിനെ വിട്ട് ഗ്രേവി റെഡിയാക്കി തിക്കാക്കി എടുക്കും. ഇത് വറ്റിച്ചെടുക്കുകയാണ്. ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, ഇല്ല സ്വല്പം ഗ്രേവി ആയിട്ട് എടുക്കാം, അങ്ങനെയും എടുക്കാം. ഏത് രീതിയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യമേലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നെ ആഡ് ചെയ്യുന്നു. ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ചെറുള്ളി നമ്മൾ നല്ലതാണ്. ചെറുള്ളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനെ നമുക്ക് ആഡ് ചെയ്യാം. കറിവേപ്പില ലൈറ്റായിട്ട് ആഡ് ചെയ്യാം. മസാല ഇതെല്ലാം ഇട്ട് വഴറ്റി ഇതിലേക്ക് നമുക്ക് കോക്കനട്ടിനെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വറന്നതായി പോകും. അപ്പോൾ ഈ പാകത്തിലിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ ഇട്ട ഒനിയനെല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. കാശ്മീർ ചില്ലി പൗഡർ, വിനാഗിരി, അതുപോലെ തന്നെ ലൈറ്റായിട്ട് കുടംപുളിയുടെ വെള്ളം, അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇടാം. സ്റ്റോക്ക് ആഡ് ചെയ്യാം. കുടംപുളി റെഡിയാണ്. കുടംപുളി നല്ലതായിരിക്കും. മെയിനായിട്ട് സീ ഫുഡ് ഐറ്റംസ് എല്ലാം കുടംപുളി നല്ലതാണ്. ചെമ്മീൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കുടംപുളി നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി. റെഡ് ചില്ലിയാണത്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ആദ്യമേ ഒന്ന് വറുത്തിട്ട് ക്രഷ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. സ്പൈസി നിങ്ങൾ നോക്കണം, നിങ്ങളുടെ സ്പൈസി അനുസരിച്ചായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്. ലൈറ്റായിട്ട് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോൾട്ട് ഉണ്ട്. ഇനി നമുക്ക് പ്രോൺസിന് ആഡ് ചെയ്യാം. ഏത് പ്രോൺസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വല്പം വലിയതാണ്, ചെറിയ ചെമ്മീനല്ല. ചെറിയ ചെമ്മീൻ നമുക്ക് യൂസ് ചെയ്യാം, ഏതും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കുക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് ആഡ് ചെയ്യാം. ലൈറ്റായിട്ട് കോക്കനട്ട് ഓയിലിനെ ഇത് ചെയ്തുകൊണ്ട് നല്ലതായിരിക്കും. റെഡി ആയിട്ടുണ്ട്. പാൻ ഓഫ് ചെയ്യുന്നു. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെമ്മീൻ മുളക് പറ്റിച്ച് റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് രീതിയിലാണ് ചെയ്യാം. നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്വല്പം ഗ്രേവി ആയിട്ട് സെമി ഗ്രേവിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് പക്ക ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് റൈസിൻ്റെ ഒപ്പം കഴിക്കണേ അങ്ങനെ കഴിക്കാം, ഇല്ല അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാം. പ്ലെയിൻ റൈസിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബോയിൽ റൈസ് ആയാലും ഏത് റൈസിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ എന്തിൻ്റെ ഒപ്പവും കഴിക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ ഒപ്പവും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഒരു സ്പൈസിയാണ്, സീ ഫുഡ് ഐറ്റമാണ്.